الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم وإياي بتقوى الله قال الله تعالى في قرآنه الكريم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم من يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരികൾ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് അംഗീകരിച്ച് അങ്ങേയറ്റം തെക്കുകളോടെ ജീവിക്കുവാൻ ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയുമാകുന്നു എന്ന് നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അമലുകൾ പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കണം. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്വീകാര്യയോഗ്യമായ പ്രവർത്തനങ്ങളാണ് നമുക്ക് നിർവഹിക്കാൻ സാധിക്കുക എന്നതും നമുക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. പക്ഷെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഇത്തരം പ്രമാണങ്ങളുടെ പിൻബലമില്ലാത്ത, വിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചക ചര്യയിലൂടെയും നമുക്ക് പരിചിതമല്ലാത്ത പല കാര്യങ്ങളും മതത്തിൻ്റെ ലേബലുകളിൽ മുസ്ലിം സമൂഹത്തിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് നമ്മൾ വിലയിരുത്തിയാൽ അടിസ്ഥാനപരമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം, നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയിരിക്കുന്ന വിവിധ സമൂഹങ്ങൾക്ക് സംഭവിച്ച അതേ ദുരന്തമാണ് നമ്മുടെ സമൂഹവും നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പ്രവാചകൻ കടന്നു വന്ന കാലഘട്ടത്തിൽ പ്രബലമായ രണ്ട് മതവിഭാഗങ്ങളായിരുന്നു. ഒന്ന് ക്രിസ്തുമത വിശ്വാസികളും മറ്റൊന്ന് യൂതമത വിശ്വാസികളും. യഥാർത്ഥത്തിൽ അതിനു മുമ്പ് കഴിഞ്ഞു പോയിരിക്കുന്ന മഹാന്മാരായ പ്രവാചകന്മാർ ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെയും മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെയും അനുയായികളാകുന്നു എന്ന് അവകാശപ്പെടുന്നവരാണ്. പക്ഷേ തലമുറകൾ കടന്നുപോയപ്പോൾ അവരുടെ പ്രവാചകന്മാർ പഠിപ്പിച്ചിരുന്ന സന്ദേശങ്ങൾ വിസ്മരിക്കുകയും മതപണ്ഡിതന്മാരും പുരോഹിതന്മാരും പറയുന്ന കാര്യങ്ങളെ അന്ധമായി അനുധാവനം ചെയ്യുകയും ചെയ്തതാണ് അത്തരം സമൂഹങ്ങൾക്ക് മതരംഗത്ത് സംഭവിച്ച പരാജയത്തിൻ്റെ കാരണം എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്ന വസ്തുതയാണ്. ഈ കാര്യം വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലും ഗൗരവപൂർവ്വം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തൗബയിൽ 31-ാമത്തെ വചനത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തി, ഇത്തഹദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ്. മുമ്പ് കഴിഞ്ഞു പോയിരിക്കുന്ന മതസമൂഹങ്ങൾ അവരുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും അള്ളാഹുവിനെ കൂടാതെ റബ്ബുകളാക്കി വെച്ചു എന്നാണ് ഖുർആനിൽ പ്രയോഗിച്ചിരിക്കുന്നത്. വൽ മസീഹ് ബിൻ മറിയം, മറിയമിൻ്റെ മകൻ മസീഹിനെയും. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദു ഇലാഹൻ വാഹിദ, എന്നാൽ അവരോട് കൽപ്പിക്കപ്പെട്ടിരുന്നത് ഏകനായ ആരാധ്യനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയായിരുന്നു. അലാ ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ മറ്റൊരാരാധ്യനില്ല. സുബ്ഹാനഹു അമ്മാ യുശ്രികൂൻ, അവർ പങ്കു ചേർക്കുന്നതിൽ നിന്ന് അവൻ എത്രയോ പരിശുദ്ധനാകുന്നു എന്നാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കും,
ഇവിടെ അഹ്ബാർ എന്ന് പ്രയോഗിക്കുന്നത് പ്രധാനമായും ജൂതമത വിശ്വാസികളിൽപ്പെട്ടിരുന്ന പണ്ഡിതന്മാരെ കുറിച്ചാണെന്നും റുഹ്ബാൻ എന്ന് പറയുന്നത് ക്രിസ്തുമത വിശ്വാസികളായ പുരോഹിതന്മാരെ കുറിച്ചാകുന്നു എന്നുമാണ് പല മുഫസ്സിറുകളും രേഖപ്പെടുത്തി. പക്ഷെ അത് അവർക്ക് മാത്രം ബാധകമല്ല. പിൽക്കാലത്ത് മതസമൂഹങ്ങളിലുണ്ടാകുന്ന പണ്ഡിതന്മാരുടെയും പുരോഹിതന്മാർക്കും ഒക്കെ പ്രയോഗിക്കപ്പെടാവുന്ന പദമാണ്. അവരെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത്, ആ സമൂഹങ്ങൾക്ക് സംഭവിച്ചതിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത്, ഇത്തഹദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ്. അള്ളാഹുവിനെ കൂടാതെ അവർ അവരുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും റബ്ബുകളായി സ്വീകരിച്ചു എന്നുള്ള കാര്യമാണ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഇമാം റാസി റഹ്മത്തുള്ളാഹി അതിനെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്, ഇതിനർത്ഥം അവർ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും ആരാധിച്ചിരുന്നു എന്നല്ല. അഥവാ യൂതമത വിശ്വാസികളോ ക്രിസ്തുമത വിശ്വാസികളോ മറ്റ് മതവിശ്വാസികളോ അവരുടെ മതസമൂഹങ്ങളിലുണ്ടായിരുന്ന പണ്ഡിതന്മാരെയോ പുരോഹിതന്മാരെയോ നേർക്ക് നേരെ ആരാധിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താണ് അള്ളാഹു ഇവിടെ അവരെ അർബാബുകളായി, അവരുടെ റബ്ബുകളായി സ്വീകരിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്? അതിനെ സംബന്ധിച്ചിടത്തോളം മുഫസ്സിറുകൾ നൽകിയിരിക്കുന്ന വിശദീകരണം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, മത നിയമ നിർമ്മാണാധികാരം അവർക്ക് വകവെച്ചു കൊടുത്തിരുന്നു എന്നുള്ളതാണ്. ഇത് സഹിയായ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബുഖാരിയും മുസ്ലിമും ഒക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവത്തിൽ അദീബിന് ഹാത്തിമുത്തായിയുടെ ഇസ്ലാം മത സ്വീകരണവുമായി ബന്ധപ്പെട്ട ദീർഘമായ ഹദീസിനകത്ത് ആ കാര്യങ്ങൾ പരാമർശിക്കുന്നതിനിടയിൽ നമുക്ക് വായിക്കാൻ സാധിക്കും, ഈ ആയത്ത് പ്രവാചകൻ ഓതുന്നത് അദീബിൻ ഹാത്തിമുത്തായി കേൾക്കാൻ ഇടയായി. അപ്പോൾ അദീബിൻ ഹാത്തിമുത്തായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂല്, അങ്ങനെ അദ്ദേഹം പിന്നീട് ഈ ക്രിസ്തുമതം വിശ്വസിച്ച ഒരാളായിരുന്നു എന്നാണ്, പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഞങ്ങളുടെ പണ്ഡിതന്മാരും പുരോഹിതന്മാരും ഒന്നും യഥാർത്ഥത്തിൽ ഞങ്ങളുടെ സമൂഹമൊന്നും യഥാർത്ഥത്തിൽ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും ആരാധിക്കാറില്ലല്ലോ എന്നാണ്. അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിരിക്കുന്ന വിശദീകരണം, അവർ മതപരമായി അംഗീകരിക്കപ്പെട്ട ഹലാലായ അനുവദനീയമായ കാര്യങ്ങളെ പണ്ഡിതന്മാർ ഹറാമാക്കുന്നു, ഹറാമായിരിക്കുന്ന കാര്യങ്ങളെ പണ്ഡിതന്മാർ ഹലാലാക്കുകയും ചെയ്യുന്നു. ഇത് അംഗീകരിക്കുന്നു എന്നുള്ളതാണ് അവരെ ആരാധിക്കുന്നു എന്ന് പറയാനുള്ള കാരണം എന്നാണ് വിശദീകരിച്ചു കൊടുത്തത്. അപ്പോൾ നമുക്കിതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നേർക്ക് നേരെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ മുമ്പിൽ തലകുനിക്കുകയോ അവരെ പൂജിക്കുകയോ ചെയ്യുക എന്ന അർത്ഥത്തിലല്ല, മറിച്ച് മത നിയമങ്ങൾ നിർമ്മിക്കുവാനുള്ള അധികാരം അവർക്ക് വകവെച്ചു കൊടുക്കുകയും അവർ പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ചുകൊണ്ട് തെറ്റായ നടപടികൾ സ്വീകരിക്കുന്ന, പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ സ്വീകരിക്കുന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് ആ സമൂഹങ്ങൾ എത്തിപ്പെട്ടു എന്നുള്ളതാണ്. അഥവാ പൗരോഹിത്യം ഉണ്ടാക്കുന്ന വിപത്താണ് അവിടെ യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, വിശുദ്ധ ഖുർആൻ നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, മസല്ലദീന ഹുമ്മിലു തൗറാത്ത സുമ്മലൻ യഹ്മിലുഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ. തൗറാത്ത് നൽകപ്പെട്ട ജനസമൂഹത്തെ ഉദാഹരിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞിരിക്കുന്ന കാര്യം, മൂസാ നബിയുടെ ജനതയാണല്ലോ തൗറാത്ത് നൽകപ്പെട്ട ജനസമൂഹം. അവരെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്, അവർ യഥാർത്ഥ മസല്ലദീന ഹുമ്മിലു തൗറാത്ത സുമ്മലൻ യഹ്മിലുഹാ കമസലിൽ ഹിമാർ എന്നാണ്. തൗറാത്ത് നൽകപ്പെട്ടിട്ടും അത് ചുമക്കേണ്ട രൂപത്തിൽ ചുമക്കാതിരിക്കുകയും അഥവാ ആ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി ജീവിതം നയിക്കുകയും ചെയ്ത ജനസമൂഹത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞിരിക്കുന്ന കമസലിൽ ഹിമാർ, കഴുതയുടെ മാതിരിയാകുന്നു എന്നാണ്. കഴുതയുടെ മാതിരിയാകുന്നു എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഒരു കഴുതയുടെ പുറത്ത് എത്ര വിലപിടിപ്പുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥം കയറ്റി വെച്ച് കൊടുത്താലും അത് ചുമന്നു കൊണ്ടുപോവുക എന്നല്ലാതെ ആ ഗ്രന്ഥത്തിനകത്തുള്ള ആശയങ്ങളുമായി കഴുതയ്ക്ക് യാതൊരു ബന്ധവും ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ടാണ് മസല്ലദീന ഹുമ്മിലു തൗറാത്ത സുമ്മലൻ യഹ്മിലു കമസലി ഹിമാർ യഹ്മിലു അസ്ഫാറ, ഏട് ചുമക്കുന്ന കഴുതയെപ്പോലെ. ബിഅസ മസലുൽ ഖൗമില്ലദീന കദബു ബിആയാത്തില്ല. എന്നിട്ട് അള്ളാഹു പറഞ്ഞ എന്താണ്? സൂറത്തുൽ ജുമയിലാണുള്ള ഈ ആയത്ത്. എത്ര മോശമാകുന്നു ഈ ഉപമ. അള്ളാഹ് തന്നെ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് അള്ളാഹ് പറയാണ് ഈ ഉപമ എത്ര മോശമാകുന്നു. അപ്പോൾ എത്ര മോശമായ ഉദാഹരണമാണ്, ഉപമയാണ് അവരെ സംബന്ധിച്ചിടത്തോളം പറയേണ്ടി വന്നത് എന്ന് പറഞ്ഞാൽ, ഗ്രന്ഥം നൽകപ്പെടുകയും ആ ഗ്രന്ഥം ഏറ്റെടുക്കേണ്ട രൂപത്തിൽ ഏറ്റെടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ജനസമൂഹത്തിൻ്റെ അവസ്ഥാവിശേഷത്തെയാണ് ഈ ഉദാഹരണത്തിലൂടെ തൗറാത്ത് നൽകപ്പെട്ട ജനസമൂഹത്തിൻ്റെ ഉദാഹരണം യഥാർത്ഥത്തിൽ വിശദീകരിച്ചു വന്നിരിക്കുന്നത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ നിയോഗത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നിടത്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കും, യുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ എന്നാണ് പറഞ്ഞത്. അഥവാ പ്രവാചകൻ കടന്നു വന്നുകൊണ്ട് അവരെ സംസ്കരിച്ചെടുത്തു. എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തെ സംസ്കരിച്ചെടുത്തത്? നമ്മൾ മനസ്സിലാക്കേണ്ട 23 വർഷം കൊണ്ട് വലിയൊരു വിപ്ലവം തന്നെ പ്രവാചകൻ സൃഷ്ടിച്ചു. അത് അദ്ദേഹത്തിന് സാധിച്ചത് എങ്ങനെയാണ്?
അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥം പഠിപ്പിച്ചു കൊടുക്കുകയും മറ്റ് വിജ്ഞാനങ്ങൾ പകർന്നു കൊടുക്കുകയും ചെയ്തുകൊണ്ടാണ് അവർ സംസ്കരിച്ചെടുത്തത് എന്നതാണ്. അപ്പോൾ അടിസ്ഥാനപരമായി ഈ വേദഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഖുർആനിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങളെ സംസ്കരിച്ചിരുന്നത്. അതിന് വിരുദ്ധമായി കേവലം പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും മാത്രം ആശ്രയിക്കുന്ന, അവർ പറയുന്നത് മതമായി കാണുകയും അവരെന്തു പറഞ്ഞോ അത് അന്ധമായി അനുകരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് പൗരോഹിത്യത്തിൻ്റെ കൈകടത്തലുകൾ മതത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് അപകടകരമായ ഒരു അവസ്ഥയായി വിശുദ്ധ ഖുർആൻ പോലും നമ്മെ ബോധ്യപ്പെടുന്നത്. നോക്കൂ, നമ്മൾ സൂറത്തുൽ ബഖറയിലെ 79-ാമത്തെ വചനം അള്ളാഹു പറയുന്നത് ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ. അള്ളാഹു പറയുന്നു, അവർക്ക് നാശം. ആർക്കാണ് നാശം? അബി ഐദീഹിം, അവരുടെ സ്വന്തം കരങ്ങൾ കൊണ്ട് അവർ കിതാബ് എഴുതി ഉണ്ടാക്കി. ഗ്രന്ഥങ്ങൾ അവർ സ്വന്തം കരം കൊണ്ട് എഴുതി ഉണ്ടാക്കുകയാണ്. സുമ്മ യഖൂലൂന, എന്നിട്ട് അവർ പറയുന്നു ഹാദാ മിൻ ഇൻദില്ല, ഇത് അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാകുന്നു എന്ന്. അള്ളാഹു പറഞ്ഞിട്ടില്ലാത്ത, അള്ളാഹു പഠിപ്പിച്ചിട്ടില്ലാത്ത യഥാർത്ഥ വേദഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ മതനിയമങ്ങളായി പ്രഖ്യാപിക്കുകയും അത് അള്ളാഹുവിൻ്റെതാകുന്നു എന്ന് അള്ളാഹുവിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആ കള്ളമായ പ്രചരണമാണ് യഥാർത്ഥത്തിൽ. എന്നിട്ട് അള്ളാഹു വിശദീകരിക്കുന്ന നോക്കൂ, നമ്മൾ യസ്തറൂ ബിഹി സമനം കലീല. എന്തിനു വേണ്ടിയാണ് അവർ ഈ കൂലി എടുത്തത്, ഈ പണി എടുത്തത് എന്തിനു വേണ്ടിയാണ്? അവരുടെ ഉദ്ദേശം എന്തായിരുന്നു? അള്ളാഹു അവിടെ വിശദീകരിച്ചിരിക്കുന്നത് കുറഞ്ഞ പണം സമ്പാദിക്കാൻ വേണ്ടി എന്നാണ്. തുച്ഛമായ ലാഭത്തിനു വേണ്ടി, വില കുറഞ്ഞ സമ്പാദ്യം നേടാൻ വേണ്ടി അവർ എന്ത് ചെയ്തു? അവർ അള്ളാഹുവിൻ്റെ ഇതാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അള്ള പറയാത്ത കാര്യങ്ങൾ, മതത്തിൻ്റെ പ്രമാണങ്ങളുടെ പിൻബലമില്ലാത്ത കാര്യങ്ങൾ, അടിസ്ഥാനപരമായി മതം പഠിപ്പിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ മതത്തിൻ്റെ ലേബലിൽ പണ്ഡിതന്മാരും പുരോഹിതന്മാരും മതസമൂഹങ്ങളെ പഠിപ്പിച്ചു കൊടുത്തു. അഥവാ ഭക്തജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് പണമുണ്ടാക്കാൻ വേണ്ടി പണ്ഡിതന്മാരും പുരോഹിതന്മാരും സ്വീകരിച്ച തെറ്റായ നിലപാടുകളായിരുന്നു അവർക്ക് നാശം എന്ന് അള്ളാഹു പ്രഖ്യാപിക്കാനുണ്ടായിരുന്ന കാരണം എന്നാണ്. എന്നിട്ട് അള്ളാഹു വീണ്ടും പറയുന്നത് എന്താണ്? വീണ്ടും അള്ളാഹു പറയുന്നു ഫവൈലുൻ, അവർക്ക് നാശം എന്ന്. എന്നിട്ട് വിശദീകരിക്കുകയാണ് മിമ്മാ കതബത് ഐദീഹിം, എന്തൊക്കെയാണ് അവർക്കുള്ള നാശം? ഒന്ന്, അവർ അവരുടെ കരങ്ങൾ കൊണ്ട് എഴുതി ഉണ്ടാക്കിയത് കൊണ്ട്, അഥവാ ഇത്തരം കള്ളപ്രചരണങ്ങൾ അവർ നടത്തിയത് കൊണ്ട്. മാത്രമല്ല വൈലുൻ ലഹും മിമ്മാ യക്സിബൂൻ, അങ്ങനെ തെറ്റായ മാർഗത്തിലൂടെ അവർ പണം സമ്പാദിച്ചത് കൊണ്ടും. നമുക്ക് നമ്മൾ തെറ്റായ കാര്യങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുകയും കള്ളം പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് മതത്തിൻ്റെ ലേബലുകളിൽ പണം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള തെറ്റാണ് അവിടെ ആവർത്തിക്കപ്പെടുന്നത്. ഒന്ന്, അവർ യഥാർത്ഥത്തിൽ തെറ്റായ കാര്യം പ്രചരിപ്പിക്കുന്നു, കള്ളമായ കാര്യം പ്രചരിപ്പിക്കുന്നു എന്നുള്ളത്. രണ്ടാമത്തത്, അതിൻ്റെ പേരിൽ അനർഹമായ നിലക്ക് പണം സമ്പാദിക്കുന്നു എന്നുള്ളത്. ഇത് രണ്ടിൻ്റെയും കാരണം വെച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു അവർക്ക് നാശം. ഇത് അള്ളാഹുവിൻ്റെ പ്രയോഗമാണ്, എൻ്റേതല്ല. ഇപ്പോൾ വൈലുൻ എന്ന് അള്ളാഹു ആവർത്തിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ഇത് വളരെ ഗൗരവപരമായി തന്നെ നമ്മൾ കണ്ടെത്തേണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമായിട്ടാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. നോക്കൂ, നമ്മൾ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇങ്ങനെ പ്രചരിപ്പിക്കാനുള്ള കാരണം ഉണ്ടായത് എന്താണ്? ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, വ്യക്തികളോടുള്ള ബഹുമാനവും ആദരവും അതിര് കടന്നുകൊണ്ടാണ് പലർക്കും ഈ കാര്യം സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം, ആദരിക്കേണ്ടവരെ ആദരിക്കണം. ബഹുമാനിക്കേണ്ട രൂപത്തിൽ ബഹുമാനിക്കണം, ആദരിക്കേണ്ട രൂപത്തിൽ ആദരിക്കണം. പ്രവാചകനോടുള്ള ബഹുമാനവും ആദരവും വരെ നമുക്ക് കാണാൻ സാധിക്കും. ആ പ്രവാചകൻ എന്ന നിലക്കുള്ള ബഹുമാനവും ആദരവുമായിരിക്കണം. അതിനപ്പുറം അതിൽ കടന്നാൽ പ്രവാചകനെ ദിവ്യത്വത്തിലേക്ക് ഉയർത്തുന്ന അവസ്ഥ മസീഹ് ഇബ്നു മറിയമിനെ കുറിച്ച് പരാമർശിച്ചുവല്ലോ. ഈസാ നബിയോടുള്ള ആ സമൂഹത്തിന്റെ ബഹുമാനവും ആദരവും അതിൽ കടന്നപ്പോൾ എന്തായി? അത് യഥാർത്ഥത്തിൽ ദൈവപുത്രനാകുന്നു എന്ന സങ്കല്പത്തിലേക്ക് വഴിമാറി. ദൈവത്തിന്റെ പ്രവാചകനാകുന്നു എന്നതിന് പകരം ദൈവത്തിന്റെ പുത്രനാകുന്നു എന്ന ചിന്താഗതിയിലേക്ക് അവർ വളർന്നു വന്നു. അവിടെയാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുമത വിശ്വാസികൾക്കിടയിൽ വിശ്വാസ രംഗത്ത് വികലമായ ചിന്താഗതികൾ വളർന്നു വന്നത്. മുസ്ലിം സമൂഹത്തിലും ഇത്തരം അപകടകരമായ അവസ്ഥ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തുഅല്ലിമുനി കമാ തുഅല്ലിമുൻ നസാറ ഈസാ ഇബ്നു മറിയം, ഈസാ ഇബ്നു മറിയമിനെ മുൻ കഴിഞ്ഞു പോയിരിക്കുന്ന ജനവിഭാഗങ്ങളും മതവിഭാഗങ്ങളും ബഹുമാനിച്ച് ആദരിച്ചതുപോലെ നിങ്ങൾ ഒരിക്കലും എന്നെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാനുള്ള കാരണം എന്താണ്? കാരണം അത് ബഹുമാനം അതിര് കടന്നു പോയതാണ്. അതിര് കടന്നപ്പോൾ ദൈവത്തിൻ്റെ ദൂതർ എന്നത് ദൈവത്തിൻ്റെ പുത്രൻ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വാസ വൈകല്യങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നു. മുസ്ലിം സമൂഹത്തിന് ഈ അപകടകരമായ അവസ്ഥ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നേ അക്കാര്യം പറഞ്ഞു വെച്ചത്. നോക്കൂ, നമ്മൾ അല്ലാഹു സൂറത്തുൽ ബഖറയിൽ തന്നെ 165, 66, 67 വചനങ്ങളിൽ വിശദീകരിക്കുന്ന കാര്യം, ജനങ്ങളുടെ അവസ്ഥ എന്താണ്? ഇത് തബറ അല്ലദീന തുബിഉ മിനല്ലദീന തബഉ. അവിടെ അള്ളാഹു സൂചിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വമിനൻ നാസി മൻ യത്തഹിദു, മനുഷ്യരിൽ ചില ആളുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മിൻ ദൂനില്ലാഹി അൻദാദൻ,
അള്ളാഹുവിനെ കൂടാതെ അവർ പലതിനെയും സമന്മാരെ സങ്കല്പിക്കുകയുണ്ടായി. എന്നിട്ടോ യുഹിബ്ബൂനഹും കഹുബ്ബില്ല, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന മാതിരി അവർ അവരെ സ്നേഹിക്കാൻ തുടങ്ങി. നമുക്ക് നമ്മൾ സ്നേഹവും ആദരവും അതിന് കടന്നുണ്ടാകുന്ന അവസ്ഥാവിശേഷമാണ്. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, എന്നാൽ യഥാർത്ഥത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റബ്ബിനോടാണ് അങ്ങേയറ്റത്തെ കഠിനമായ സ്നേഹമുള്ളത്. അദമ്യമായ സ്നേഹം പടച്ച തമ്പുരാനോടാണ്. ആ അദമ്യമായ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള മാർഗം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് റസൂലുള്ളാഹിയെ ഇത്തിബാഅ് ചെയ്യുക, റസൂലുള്ളാഹിയെ പിൻപറ്റുക എന്നതാണ്. അപ്പോൾ ആ പ്രവാചകൻ അള്ളാഹിനെ സ്നേഹിക്കുക എന്നുള്ളതും അള്ളാഹുവിനെ സ്നേഹിക്കുക എന്നതുമൊക്കെയുള്ള മാർഗം പ്രവാചകൻ കാണിച്ചു വന്നിരിക്കുന്ന പ്രവാചക ചര്യയെ പിൻപറ്റുക എന്നല്ലാതെ വ്യക്തിപരമായ മറ്റു നിലകളിലേക്ക് അത് മാറിപ്പോകുമ്പോൾ ഉണ്ടാകുന്ന അപകടകരമായ അവസ്ഥ സൂചിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് യുഹിബ്ബൂനഹും കഹുബ്ബില്ലാ വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാ വലൗ യറല്ലദീന ളലമു ഇദ് യറൗനൽ അദാബ അന്നൽ ഖുവ്വത ലില്ലാഹി ജമീഅ. പരലോകത്ത് എത്തിപ്പെടുന്ന സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ അവർക്ക് അന്ന് ആ ശിക്ഷ ബോധ്യപ്പെടുമ്പോൾ അള്ളാഹുവിൻ്റെ കഴിവ്, മുഴുവൻ കഴിവും അവർക്ക് ബോധ്യപ്പെടുന്ന അവസ്ഥാവിശേഷമുണ്ടാകും. വഅന്നല്ലാഹു ശദീദുൽ അദാബ്, അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു എന്ന് വിശദീകരിക്കുന്നു. എന്നിട്ടാണ് അള്ളാഹു പറയുന്നത് ഇത് തബറ അല്ലദീന ഉത്ബിഉ മിനല്ലദീന ഇത്തബഉ. അവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ പിന്തുടരപ്പെട്ട ആളുകൾ പിന്തുടർന്നവരെ അവഗണിക്കുകയാണ്, അവരെ വിട്ടു ഒഴിഞ്ഞു മാറുകയാണ്. നമ്മൾ ആരെയാണോ പിന്തുടർന്നത്, അന്ധമായി നമ്മൾ ആരെയാണോ അനുകരിച്ചത്, ആ പൗരോഹിത്യത്തിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് തെറ്റായ വിശ്വാസങ്ങൾ സ്വീകരിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ പരലോകത്ത് എത്തിപ്പെടുമ്പോൾ പിന്തുടരപ്പെട്ട ആളുകൾ പിന്തുടർന്നവരെ, നമ്മൾ ആരെയാണോ അങ്ങനെ പിന്തുടർന്നിരുന്നത്, അവർ നമ്മെ തള്ളിപ്പറയുകയും നമ്മെ നിഷേധിക്കുകയും ചെയ്യും. എന്നിട്ട് അള്ളാഹു അവിടെ വിശദീകരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും അവരുടെ ശിക്ഷ അവർ മുന്നിൽ കാണുകയും പരലോകത്ത് അവരുടെ അവസ്ഥ യഥാർത്ഥത്തിൽ അവരുടെ ബന്ധം അറ്റുപോവുകയും ചെയ്യും എന്നാണ്. ഇവിടെ ബഹുമാനത്തിൻ്റെയും ആദരവിൻ്റെയും പേര് പറഞ്ഞുകൊണ്ട് ഇന്ന പണ്ഡിതൻ അങ്ങനെ പറഞ്ഞു, ഇന്ന പുരോഹിതൻ ഇന്നത് പറഞ്ഞു എന്ന് പറഞ്ഞ് അവരന്ധമായി അനുകരിച്ച് അവർ പറയുന്നതാണ് ശരി എന്ന് ധരിച്ച് മതവിരുദ്ധമായിരിക്കുന്ന കാര്യങ്ങൾ, പ്രമാണവിരുദ്ധമായ കാര്യങ്ങൾ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നാളെ പരലോകത്തെത്തുമ്പോൾ നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കുകയും അവർ നമ്മെ വിട്ടൊഴിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ യഥാർത്ഥത്തിൽ അന്ന് അവിടെ നമ്മുടെ ബന്ധം മുറിഞ്ഞു പോകും എന്ന് അള്ളാഹു സൂചിപ്പിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു വഖാലല്ലദീന തബഉ ലൗ അന്ന ലാ കർറതൻ ഫനതബറഅ മിൻഹും കമാ തബറഉ മിന്നാ. അവർ അള്ളാഹുവിനോട് അന്ന് പരലോകത്ത് വെച്ച് പറയും, എന്താ പറയുന്നത്? ഞങ്ങൾക്ക് നീ ഒരു മടക്കം തന്നിരുന്നുവെങ്കിൽ, വീണ്ടും ദുനിയാവിലേക്ക് നമുക്കൊന്ന് പോയിട്ട് തിരിച്ചു വരാനുള്ള അവസരം നൽകിയാൽ ഞങ്ങൾ അവരെയും തള്ളിപ്പറയുമായിരുന്നു. നേരത്തെ അവരെ അന്ധമായി അനുകരിച്ചതാണ്. പരലോകത്തെത്തുമ്പോൾ അവർ നമ്മെ നിഷേധിക്കുകയാണ്. അവർ നിഷേധിക്കുന്ന സമയത്ത് അനുയായികൾ പറയും ഞങ്ങൾക്കൊരു മടക്കം ഈ ലോകത്തേക്ക് തന്നാൽ ഞങ്ങൾ അവരെയും അവഗണിക്കുമായിരുന്നു എന്നവർ പറയും. പക്ഷേ ആ സന്ദർഭത്തിൽ കദാലിക യുരിഹിമുല്ലാഹു അഅമാലഹും ഹസറാത്തിൻ അലൈഹിം, അവർക്ക് അവരുടെ പ്രവർത്തനങ്ങളുടെ ദുരന്ത ഫലം, അതിൻ്റെ ദുഃഖം, അതിൻ്റെ അന്ത്യഫലം അവർക്ക് കാണാൻ സാധിക്കും. ഏറ്റവും മോശമായി നഷ്ടമായിട്ടാണ് കാണാൻ സാധിക്കുക. വമാഹും ബിഹാരിജീന മിനന്നാർ, നരകത്തിൽ നിന്ന് ഒട്ടും രക്ഷപ്പെടാൻ സാധ്യമല്ലാത്ത വിധം എന്ന് സൂചിപ്പിക്കുകയാണ്. നോക്കൂ, നമ്മൾ അള്ളാഹു മറ്റൊരിടത്ത് ഈ കാര്യം വിശദീകരിക്കുന്നത് സൂറത്തുൽ അഹ്സാബിലെ 66-ാമത്തെ വചനം യൗമ തുഖല്ലബു വുജൂഹും ഫിന്നാർ, അവരുടെ മുഖം പരലോകത്ത് നരകാഗ്നിയിൽ കിടന്ന് മാറ്റി കീമേൽ മറയ്ക്കപ്പെടുമ്പോൾ യഖൂലൂന യാ ലൈതനാ അതൈനല്ലാഹ വഅതൈന റസൂല, അന്ന് പറയും ഞങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നോക്ക്, നമ്മൾ വീണ്ടും പറയുന്ന എന്താണ്? അവർ പറയും വഖാലൂ റബ്ബനാ ഇന്നാ അതൈനാ സാദതനാ വകുബറാഅനാ, ഞങ്ങൾ ദുനിയാവിൽ വെച്ച് ഞങ്ങളുടെ നേതാക്കന്മാരെയും പ്രമുഖന്മാരെയുമാണ് അനുസരിച്ചിരുന്നത്. ഫഅളല്ലൂന സബീല, അവർ ഞങ്ങളെ വഴിവേപ്പിച്ച് കളയുകയാണ് ഉണ്ടായത്. റബ്ബനാ ആതിഹിം വൈഫൈൻ മിനൽ അദാബ്, അതുകൊണ്ട് പടച്ച തമ്പുരാനെ നീ അവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണമേ. വൽ അൻഹും ലഅനൻ കബീറ, അവർക്ക് വൻ ശാപം നീ ശപിക്കുകയും ചെയ്യണമേ എന്ന് അവിടെ വെച്ച് പറയും എന്നാണ്. നമ്മൾ ആലോചിച്ചു, അവിടെ വെച്ച് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? എവിടുന്ന് ആലോചിക്കേണ്ടത് നമ്മൾ ഈ കാര്യം? എവിടെ വെച്ച് ചിന്തിക്കേണ്ടതായി ഈ വസ്തുത? ഇവിടെ അന്ധമായി പണ്ഡിതന്മാർ പറഞ്ഞതിനെ വേദവാക്യമായി സ്വീകരിച്ചുകൊണ്ട് വേദത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച് നമ്മൾ കടന്നുപോയാൽ, പൗരോഹിത്യത്തിന് അമിതമായ സ്ഥാനം മതത്തിൽ കൽപ്പിച്ചാൽ ഉണ്ടാകുന്ന അപകടകരമായ അവസ്ഥ, പരലോകത്തെത്തുമ്പോൾ നരകത്തിൽ വെച്ച് നമ്മുടെ മുഖം കീമേൽ മറയ്ക്കപ്പെടുന്ന സന്ദർഭത്തിൽ പടച്ച തമ്പുരാനെ ഞങ്ങളെ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു,
അതിനു പകരം ഞങ്ങൾ പ്രമുഖന്മാരെയും പണ്ഡിതന്മാരെയും നേതാക്കന്മാരെയുമായി പോയി ഞങ്ങൾ അനുസരിച്ചത്. അവർ ഞങ്ങളെ വഴിവേൽപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ട് നാഥ, നീ അവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കുകയും അവർക്ക് വമ്പിച്ച ശാപം നൽകുകയും ചെയ്യണമേ എന്ന് അവിടെ വെച്ച് നരകത്തിൽ വെച്ച് ദുആ ചെയ്യുന്നതിന് പകരം നമ്മൾ ആലോചിക്കേണ്ടത് ഈ ദുനിയാവിൽ നമ്മൾ അത്തരത്തിലുള്ള അപകടകരമായ അവസ്ഥയിൽ എത്തിപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായ ശ്രമമാണ് ഉണ്ടാവേണ്ടത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇന്നും നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വസ്തുതകൾ നമ്മളെടുത്ത് വിലയിരുത്തിയാൽ ഈ കാര്യം വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന അവസ്ഥാവിശേഷമാണ്. യഥാർത്ഥത്തിൽ പച്ചക്കള്ളം പ്രചരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിലേക്ക് നയിക്കുവാൻ, അല്ലെങ്കിൽ ജനങ്ങളിൽ തെറ്റായ അന്ധവിശ്വാസങ്ങൾ വളർത്തിയെടുക്കുവാൻ, അതിലൂടെ സാമ്പത്തികമായ ലാഭത്തിനു വേണ്ടി നേരത്തെ ഖുർആനിൽ വിശദീകരിക്കപ്പെട്ടതുപോലെ ചൂഷണമായ ആ ഒരു കാര്യത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി യാ അയ്യുഹല്ലദീന ആമനു, അള്ളാഹു നമ്മളോട് പറഞ്ഞല്ലോ, ഏ സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട്, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ, തീർച്ചയായും പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും അധികം ആളുകളും, അള്ളാഹുവിന്റെ പ്രയോഗം നമ്മൾ ശ്രദ്ധിക്കണം, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ, പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും അധികം ആളുകളും ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ, തെറ്റായ മാർഗത്തിലൂടെ, അന്യായമായ മാർഗത്തിലൂടെ അവരുടെ സമ്പത്ത് സ്വീകരിക്കുന്നവരും സമ്പത്ത് ഭുജിക്കുന്നവരാകുന്നു. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, എന്നിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിച്ചു കളയുകയും ചെയ്യുന്നു. ഇത് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന താക്കീതാണ്. നൂറ്റാണ്ടുകൾക്ക്, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് അള്ളാഹു മനുഷ്യ സമൂഹത്തെ, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തെ, കാരണം മുമ്പ് കഴിഞ്ഞു പോയിരിക്കുന്ന ജൂത ക്രിസ്തു മതവിശ്വാസികൾക്ക് സംഭവിച്ചു പോയിരിക്കുന്ന അതേ അബദ്ധം മുസ്ലിം സമൂഹത്തിന് നാളെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി ഈ കാര്യം നമ്മെ ബോധ്യപ്പെടുത്തിയത്. ജനങ്ങൾ, പണ്ഡിതന്മാരിൽ അധികം ആളുകളും അന്യായമായ നിലയ്ക്ക് ഭക്തജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് പണമുണ്ടാക്കുകയും അവരെ സത്യമാർഗത്തിൽ നിന്ന് വഴിതെറ്റിച്ച് കളയുകയും ചെയ്യും. അവിടെ ഭയാനകമായ ശിക്ഷയെക്കുറിച്ച് ആയത്തിൽ തുടർന്നുകൊണ്ട് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ആലോചിക്കണം, നമ്മൾ ഏത് കാര്യങ്ങളെക്കുറിച്ചും ആര് പറഞ്ഞു എന്നതല്ല, അതിൻ്റെ പ്രമാണം എന്താണ്, അതിൻ്റെ തെളിവെന്താണ്, കൃത്യമായി ഖുർആനിൽ അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്, പ്രവാചകൻ ആ കാര്യത്തെക്കുറിച്ച് എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് പരിശോധിച്ച് നോക്കിയാൽ ഇന്ന് പ്രചരിപ്പിക്കപ്പെടുന്ന പല അന്ധവിശ്വാസങ്ങളും യഥാർത്ഥത്തിൽ മതവിരുദ്ധമാണെന്നും അത് മതത്തിൻ്റെ പ്രമാണങ്ങളുടെ പിൻബലമില്ലാത്തതാണെന്നും കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. നബിദിനാഘോഷത്തെക്കുറിച്ച് പോലും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. റസൂലുള്ളാഹിയുടെ 23 വർഷക്കാലത്തെ പ്രവാചകത്തെ ജീവിത കാലഘട്ടത്തിലോ 63 വർഷക്കാലത്ത് അല്ലാതെ ജീവിച്ചു പോയിരിക്കുന്ന കാലഘട്ടത്തിലോ ഒന്നും തന്നെ പ്രവാചകൻ അങ്ങനെ തൻ്റെ ജന്മദിനത്തിൽ പ്രത്യേകമായ ഒരു ആചാരമോ കർമ്മമോ നമ്മെ പഠിപ്പിച്ചില്ല. ആ ഒരു പേര് പറഞ്ഞുകൊണ്ട് റബീഉൽ അവ്വൽ മാസത്തിൽ ഒരു പ്രത്യേകത പഠിപ്പിച്ചില്ല. പവിത്രമായി എണ്ണപ്പെട്ട 4 മാസങ്ങളിൽ പോലും റബീഉൽ അവ്വൽ നമുക്ക് കാണാൻ സാധ്യമല്ല. മറിച്ച് ആ റബീഉൽ അവ്വൽ എന്ന മാസത്തിലാണ് പ്രവാചകൻ ജനിച്ചത് എന്നതിന് വ്യക്തമായ തെളിവില്ലെങ്കിൽ മറിച്ചു എന്നതിന് റബീഉൽ അവ്വലിലാകുന്നു എന്ന വ്യക്തമായ തെളിവുണ്ട് എന്ന യാഥാർത്ഥ്യം കൂടി നമ്മൾ തിരിച്ചറിയും. അവിടെ നിങ്ങോട്ട് പ്രവാചകന്റെ കേശത്തിന്റെ പേരിൽ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന തെറ്റായ പ്രചരണങ്ങൾ നമുക്കറിയാവുന്നതാണ്. ഇതുപോലെ ഒട്ടനവധി അന്ധവിശ്വാസങ്ങൾ ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നതിൻ്റെ പിന്നിൽ നാം നേരത്തെ പറഞ്ഞ ഖുർആൻ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഈ നിലപാടുകളാണ്. അഥവാ അന്ധമായി പുരോഹിതന്മാരെ നമ്മൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, മദ്ഹബിന്റെ പണ്ഡിതന്മാർ പോലും പറഞ്ഞിരിക്കുന്ന കാര്യം അവരുടെ മദ്ഹബുകളെ അന്ധമായി സ്വീകരിക്കാൻ വേണ്ടിയല്ല, മറിച്ച് സ്വഹീഹായ ഹദീസുകൾ നിങ്ങൾക്ക് ലഭിച്ചാൽ അതാണ് എൻ്റെ മദ്ഹബ് എന്നാണ്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അതുപോലുള്ള മദ്ഹബിന്റെ ഇമാമുകളായ മഹാരഥന്മാരായ പണ്ഡിതന്മാർ അവർക്ക് ലഭ്യമായ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ അവർ മനസ്സിലാക്കിയ കാര്യങ്ങൾ രേഖപ്പെടുത്തുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അവർ ജനങ്ങളോട് പറഞ്ഞത്, നിങ്ങൾക്ക് സ്വഹീഹായ ശരിയായ ഹദീസ് എന്താണ് ലഭിക്കുന്നത്, അതാണ് ഞങ്ങളുടെ മദ്ഹബ്. അപ്പോൾ നമ്മുടെ വാദം, നാം പറഞ്ഞിരിക്കുന്ന കാര്യം, നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന കാര്യം സ്വഹീഹായ ഹദീസുകൾക്കെതിരാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞതല്ല സ്വീകരിക്കേണ്ടത്, ഹദീസുകളാണ് യഥാർത്ഥത്തിൽ സ്വീകരിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് സകലമായ പണ്ഡിതന്മാർ ഈ ലോകത്തോട് യാത്ര ചോദിച്ചത്. അതിന് പകരം ഇത്തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങേയറ്റത്തെ ജാഗ്രതയും ശ്രദ്ധയും നമുക്കുണ്ടാവണം എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി മതകാര്യങ്ങൾ അനുഷ്ഠിക്കുവാൻ നമ്മൾ തയ്യാറാവുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഉസീകും വഇയ്യായ ബിത്തഖ്വല്ലാഹ്. ഖാല അല്ലാഹു തആല ഫീ ഖുർആനിൽ കരീം അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇന്ന മിൻഹും ലഫരീഖൻ യൽവൂന അൽസിനതഹും ബിൽ കിതാബി ലിതഹസ്സബൂഹു മിനൽ കിതാബ് വമാ ഹുവ മിനൽ കിതാബ് വയഖൂലൂന ഹുവ മിൻ ഇൻദില്ലാഹ്
വമാ ഹുവ മിൻ ഇൻദില്ലാഹ് വയഖൂലൂന അലല്ലാഹിൽ കദിബ വഹും യഅലമൂൻ. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികൾ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കനുസരിച്ച് അങ്ങേയറ്റം തെക്കോട് ജീവിക്കുവാൻ ഒന്നുകൂടി എന്നെയും നിങ്ങളെയും വസിച്ചു ചെയ്യുന്നു. മതത്തിൽ യഥാർത്ഥത്തിൽ പൗരോഹിത്യമില്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇസ്ലാമിലെ ഏർപ്പാടുകൾ വളരെ ലളിതമാണ്. അള്ളാഹുവിൻ്റെയും മനുഷ്യർക്കുമിടയിൽ ഇടയാളന്മാരും മധ്യവർത്തികളുമില്ലാതെ നേർക്കുനേരെ നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കാനും പറയാനും പ്രാർത്ഥിക്കാനും അവൻ്റെ മുമ്പിൽ തലകുനിക്കാനും കഴിയുന്ന രൂപത്തിലാണ് നമ്മുടെ ആരാധനാ സമ്പ്രദായം. ചില കാര്യങ്ങൾക്ക് പണ്ഡിതന്മാരുടെ ബാധ്യത അവർ മനസ്സിലാക്കിയ സത്യം നമുക്ക് പറഞ്ഞു തരിക എന്നതാണ്. അത് ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് വിശദീകരിച്ചിരിക ചെയ്യുക എന്നുള്ളതാണ്. അവിടെയാണ് പണ്ഡിതന്മാർ യഥാർത്ഥത്തിൽ പ്രവാചകന്മാരുടെ അനുയായികളാകുന്നു എന്ന് പോലും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഇബാദത്തുകളെ സംബന്ധിച്ചിടത്തോളം പരിശോധിച്ച് നോക്കിയാൽ ഒരു കൂട്ടം ആളുകൾ കൂടി നമസ്കരിക്കുമ്പോൾ കൂടുതൽ ഖുർആൻ മനഃപ്പാഠമുള്ള അത് ഓതാൻ കഴിയുന്ന ആളുകളെ ഇമാമത്ത് നിർത്തുക, അതുപോലുള്ള കാര്യങ്ങളല്ലാതെ ഏതൊരു കാര്യത്തിനും 4 ആളുകൾ കൂടുമ്പോൾ അതിന് നേതൃത്വം നൽകാൻ അതിൽ അർഹതപ്പെട്ട ആളുകളെ നിയമിക്കുക തുടങ്ങിയ കാര്യങ്ങളല്ലാതെ യഥാർത്ഥത്തിൽ മറ്റെവിടെയും ഒരു പൗരോഹിത്യത്തിൻ്റെ ഏർപ്പാട് മതരംഗത്ത് നമുക്ക് എവിടെയും കാണാൻ സാധ്യമല്ല. പിന്നീട് നമ്മുടെ സമൂഹത്തിൽ വിവിധ രംഗത്തേക്ക് പൗരോഹിത്യം കടന്നു വന്നു. ദുആ ചെയ്യുന്നിടത്ത് പോലും പണ്ഡിതന്മാരെ അതിനെ ദുരുപയോഗപ്പെടുത്തുന്ന അവസ്ഥാവിശേഷമുണ്ടായി. മരിച്ച വീടുകളിൽ പോലും അത്തരത്തിലുള്ള ഏർപ്പാടുകളുണ്ടായി. മറമാടിയതിനു ശേഷം കബറും പുറത്തും പ്രത്യേകമായ ഏർപ്പാടുകൾ കടന്നു വന്നു. നമ്മൾ ആലോചിച്ച് നോക്കും. ഓരോ ഇടങ്ങളിലും മതം പഠിപ്പിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ കടന്നു വന്നുകൊണ്ട് പൗരോഹിത്യത്തിൻ്റെ കൈകടത്തലുകൾ, പുരോഹിതന്മാർക്ക് അവിടെ അവർക്ക് ഈ ഭക്തജനങ്ങളെ ചൂഷണം ചെയ്യാനും പണം സമ്പാദിക്കുവാനുള്ള കുറുക്കുവഴികൾ കണ്ടെത്തിയിടത്താണ് നമ്മുടെ സമൂഹത്തിൽ ഇത്തരം തെറ്റായ പ്രവണതകൾ കടന്നു വന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ തെറ്റായ ചില വിശ്വാസങ്ങൾ. ഇപ്പം വലിയ ഔലിയ ഈ പദം നമ്മുടെ സമൂഹത്തിൽ ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന പദമാണ്. യഥാർത്ഥത്തിൽ ആരാണ് വലിയ എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഖുർആനിലൂടെ. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അള്ളാഹു പറഞ്ഞു, നിങ്ങൾ അറിയുക, മനസ്സിലാക്കുക. ആരാണ് അള്ളാഹുവിൻ്റെ വലി? അള്ളാഹുവിൻ്റെ വലി എന്ന് പറയുന്നത് അവർക്ക് ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. അല്ലദീന ആമനു വഖാനു യത്തഖൂൻ. അവർ അള്ളാഹുവിൽ വിശ്വസിക്കുകയും തെക്കവയോടുകൂടി ജീവിക്കുന്നവരുമാണ്. അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് ഭയഭക്തിയോടെ തെക്കവയോടെ സൂക്ഷ്മതയോടെ ജീവിക്കുന്ന ആരാണോ അള്ളാഹുവിനോട് ഏറ്റവും അടുത്തവരാണ് അവരാണ് അള്ളാഹുവിൻ്റെ വലിയ. പക്ഷെ അതിന് പകരം ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ചില ജാലവിദ്യകളോ അതുപോലുള്ള കാര്യങ്ങളോ ഒക്കെ കാണിച്ചുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന, അല്ലെങ്കിൽ ആ രൂപത്തിൽ ജനങ്ങൾക്കിടയിൽ തെറ്റായ കാര്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് വലിയായിട്ട് പറയപ്പെടുന്ന ആളുകൾ അത്ഭുതങ്ങൾ കാണിക്കുന്ന ആളുകളാകുന്നു എന്ന നിലയ്ക്ക് നമ്മുടെ സമൂഹം തെറ്റിദ്ധരിച്ചു. ഒരു സാധാരണ നല്ല മനുഷ്യൻ, ഒരു തെറ്റും ചെയ്യാതെ തെക്കവയോടെ സൂക്ഷ്മതയോടെ ജീവിക്കുന്ന സാധാരണക്കാരനായ മനുഷ്യൻ, അല്ലെങ്കിൽ സാധാരണക്കാരനായ കച്ചവടക്കാരൻ, അല്ലെങ്കിൽ സാധാരണക്കാരനായ തൊഴിലാളി, അവനെ വലിയായിട്ട് ആളുകൾ മനസ്സിലാക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന വലിയ അദ്ദേഹത്തിന് സന്തോഷവാർത്ത അറിയിക്കുന്ന മറ്റു കാര്യങ്ങളൊക്കെ തുടർന്നുകൊണ്ട് പറയുന്നിടത്ത് അള്ളാഹു നമുക്ക് വിശദമാക്കി തന്നിരിക്കുന്ന എന്താണ്? അല്ലദീന ആമനു വഖാനു യത്തഖൂൻ. അള്ളാഹുവിൽ വിശ്വസിക്കുകയും തെക്കവ ഉൾക്കൊള്ളുകയും ചെയ്യുന്നവരാകുന്നു എന്നാണ്. അവിടെ പല സിദ്ധികളും കാണിക്കുന്ന ആളുകളെ വലിയായി, ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ നന്മ പോലും ഇല്ലാത്ത ആളുകളെ വലിയായി ചിത്രീകരിച്ചുകൊണ്ട് മരണശേഷം പ്രത്യേകതകൾ കൽപ്പിച്ചുകൊണ്ട് എത്രത്തോളം ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കാൻ പോലും അത്തരം മരിച്ചു മൺമറഞ്ഞു പോയ മഹാത്മാക്കൾക്ക് സാധിക്കും എന്ന് പ്രചരിപ്പിക്കപ്പെടുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ തെറ്റായ രൂപത്തിൽ വഴുതിപ്പോകുന്നതാണ് പൗരോഹിത്യത്തിൻ്റെ കൈകടത്തലുകളുടെ ദുരന്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്ന കാര്യം നമ്മൾ പരിശോധിക്കുക. യഥാർത്ഥത്തിൽ അള്ളാഹു പറഞ്ഞു, ഇന്നല്ലദീന യശ്തറൂന ബിഅഹദില്ലാഹി വഅയ്മാനിഹിം സമനൻ ഖലീലൻ എന്ന് പറഞ്ഞുകൊണ്ട് തുച്ഛമായ വിലക്ക് അവരുടെ ശബ്ദങ്ങളെയും അള്ളാഹുവുമായുള്ള കാര്യങ്ങളുമൊക്കെ വിലക്ക് വാങ്ങി എന്നാണ്. എന്നിട്ട് അള്ളാഹു വിശദീകരിക്കുകയാണ്, ലാ ഖലാഖ ലഹും ഫിൽ ആഖിറ. അത്തരത്തിലുള്ള ആളുകൾക്ക് പരലോകത്ത് യാതൊരു ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല. വലാ യുകല്ലിമുഹുമുല്ലാഹു വലാ യൻദുറു ഇലൈഹിം. അള്ളാഹു പരലോകത്ത് അവരോട് സംസാരിക്കുകയില്ല, അവരിലേക്ക് നോക്കുകയില്ല. അഥവാ അള്ളാഹുവിൻ്റെ കൃപാ കടാക്ഷം അവരിൽ വർഷിക്കുകയില്ല. എന്നിട്ട് അള്ളാഹു വിശദീകരിക്കുന്നു, നോക്കൂ നമ്മൾ, യൗമൽ ഖിയാമ വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം. അള്ളാഹു അവരെ സംസ്കരിക്കുകയില്ല, അവർക്ക് കഠിനമായ ശിക്ഷയുണ്ട്. വഇന്ന മിൻഹും ലഫരീഖൻ യൽവുന അൽസിനതഹും ബിൽ കിതാബ്. അവർ ചെയ്തിരിക്കുന്ന കാര്യം എന്താണ്? അവരിൽ ഒരു വിഭാഗം ആളുകൾ വേദഗ്രന്ഥത്തെ അവർ മാറ്റിമറിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്നാണ്. വളച്ചൊടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അവരുടെ നാവിനനുസരിച്ചുകൊണ്ട് വേദഗ്രന്ഥത്തെ വളച്ചൊടിച്ച് ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് അവർ ചെയ്തിരിക്കുന്ന കാര്യം. ലിതഹ്സബൂഹു മിനൽ കിതാബി വമാ ഹുവ മിനൽ കിതാബ്. യഥാർത്ഥത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം
അവർക്ക് നിങ്ങൾ ധരിക്കുന്നതുമായി അവർക്ക് അറിയാൻ അള്ളാഹു പറഞ്ഞിരിക്കുന്നു. അവർ വേദഗ്രന്ഥത്തിൽ കള്ളമാണ് പറഞ്ഞിരിക്കുന്നത്. വയഖൂലുന മിൻ ഇൻദില്ലാ, അള്ളാഹുവിങ്കൽ നിന്നാകുന്നു എന്നവർ പറയുന്നു. വമാ ഹുവ മിൻ ഇൻദില്ലാ, പക്ഷെ അവർ പറയുന്ന കാര്യം അള്ളാഹുവിങ്കൽ നിന്നുള്ളതല്ല. വയഖൂലുന അലല്ലാഹിൽ കദിബ, അവർ അള്ളാഹുവിന്റെ പേരിൽ കള്ളം പറയുകയാണ് ചെയ്യുന്നത്. വഹും യഅലമൂൻ, അവർ അറിഞ്ഞുകൊണ്ടാണ് കള്ളം പറയുന്നത്. നമുക്ക് നമ്മൾ ഖുർആന്റെ പ്രഖ്യാപനം സൂറത്ത് ആലി ഇമ്രാൻ 3-ാമത്തെ അധ്യായത്തിലെ 77-78 വചനങ്ങളാണ്. എത്ര വ്യക്തമായിട്ടാണ് ഈ അപകടകരമായ അവസ്ഥ അള്ളാഹു നമ്മെ ബോധ്യപ്പെടുന്നത്. ഇത്രയും വ്യക്തമായി അള്ളാഹു നമ്മെ പഠിപ്പിച്ചിട്ടും ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ അന്ധമായി പണ്ഡിതന്മാരുടെയും പുരോഹിതന്മാരുടെയും വാക്കുകൾ കേട്ടുകൊണ്ട് തെറ്റായ വിശ്വാസങ്ങളും ആചാരങ്ങളും കർമ്മങ്ങളും അനുഷ്ഠിക്കുകയും അത് മതമായി തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നു എങ്കിൽ അതിൻ്റെ അപകടകരമായ അന്ത്യത്തെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയുകയും പരലോകത്തെ ഭയാനകമായ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് സത്യത്തിൻ്റെ മാർഗത്തിലേക്ക് ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ നമ്മൾ ജാഗ്രത കാണിക്കുകയും അങ്ങേയറ്റത്തെ ശ്രദ്ധ പുലർത്തുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ വന്നുപോയിരിക്കുന്ന എല്ലാ പാകപ്പിഴവുകളും തെറ്റുകളും അള്ളാഹു പുറത്ത് മാപ്പാക്കുമാറാകട്ടെ. കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകൾക്ക് പടച്ച തമ്പുരാൻ ആശ്വാസത്തിൽക്കുമാറാകട്ടെ. പല ആളുകളും രോഗം കൊണ്ട് പ്രയാസപ്പെടുകയാണ്. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ മുനീർ സാഹിബ് അടക്കം രോഗബാധിതനാകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവരുടെ എല്ലാം രോഗം അള്ളാഹു ഷിഫിയാക്കി കൊടുക്കുകയും ആരോഗ്യത്തോടുകൂടി ഈ സമൂഹത്തിന് സേവനം ചെയ്യാൻ അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മിൽ കുടുംബക്കാർ, സ്വന്തക്കാർ, ബന്ധുക്കൾ മറ്റു പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. നാഥാ, അവർക്കെല്ലാം നീ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുകയും അവരെയും നമ്മയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണമേ നാഥാ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഗൾഫ് നാടുകളിൽ പോലും ഭീഷണി ഉയർന്നു വരുന്ന സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. നാഥാ, ശാന്തിയും സമാധാനവും നിലനിൽക്കുവാനും പ്രയാസങ്ങളും പ്രതിസന്ധികളുമെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാനും അള്ളാഹുവേ നീ നമ്മയും നമ്മുടെ സമൂഹത്തെയും അനുഗ്രഹിക്കണമേ. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ശാന്തമായ സമാധാനപരമായ ഒരു അന്തരീക്ഷം നിലനിൽക്കാൻ നീ തൗഫീഖ് ചെയ്യണമേ. എല്ലാ പ്രയാസകരമായ അവസ്ഥകളെയും പരിഹരിക്കുവാൻ നീ അള്ളാഹുവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اغفر لنا ولوالدينا رب ارحمهما كما ربيانا صغارا. اللهم احينا للكتاب والسنة. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم انصر إخواننا في كل مكان. اللهم انصر إخواننا في كل مكان. اللهم انصر إخواننا في كل مكان. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.